Lyceum Laureate 2K24. ചോദ്യം 1. ലോകത്തിലേക്കുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആദ്യത്തെ കാൽവയ്പ് എവിടെ താമസിച്ചപ്പോഴാണ് ഉണ്ടായത്? ഉത്തരം അലൻസോണിൽ. ചോദ്യം 2. അലൻസോണിലെ താമസത്തിനിടയിലായിരുന്നു ലോകത്തിലേക്കുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആദ്യത്തെ കാൽവയ്പ്. ഇതിനെക്കുറിച്ച് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം തിന്മയുടെ വശീകരണം നിഷ്കളങ്ക മാനസങ്ങളെ പോലും ദുഷിപ്പിക്കും. ജ്ഞാനം 4:12. ചോദ്യം 3. വിശുദ്ധ കൊച്ചുത്രേസ്യ മരിയ സഖ്യത്തിൽ അംഗമായത് എന്ന്? ഉത്തരം 1887 ഓഗസ്റ്റ് 31. ചോദ്യം 4. വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ കുഞ്ഞു പുസ്തകത്തിൽ എത്ര നാൾ എഴുതി? ഉത്തരം 2 മാസവും 9 ദിവസവും. ചോദ്യം 5. വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുക്കമായി മരിയ ചേച്ചി കൊടുത്ത ലഘുരേഖയുടെ പേര് ആരാണ് അയച്ചു കൊടുത്തത്? ഉത്തരം പരിത്യാഗം, ഫാദർ പിഷോൺ എസ്. ചോദ്യം 6. വിശുദ്ധ കൊച്ചുത്രേസ്യ ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിച്ച ദിവസം തന്നെ വ്രതവാഗ്ദാനം ചെയ്തത് ആര്? ഉത്തരം പൗളിൻ ചേച്ചി. ചോദ്യം 7. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആദ്യ കുർബാന സ്വീകരണ ഒരുക്ക ധ്യാനത്തിനിടയിൽ സെലിൻ ചേച്ചി നൽകിയ പടം ഏത്? ഉത്തരം ദിവ്യ തടവുകാരന്റെ ചെറുപുഷ്പം. ചോദ്യം 8. ആദ്യ കുർബാന സ്വീകരണത്തിന്റെ തലേ ദിവസം എത്ര പ്രാവശ്യം പാപമോചന ആശീർവാദം സ്വീകരിച്ചു? ഉത്തരം 2 പ്രാവശ്യം. ചോദ്യം 9. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആദ്യ കുർബാന സ്വീകരണ ഒരുക്ക ധ്യാനം നടന്നത് എന്ന്? ഉത്തരം 1884 മെയ് 5 മുതൽ 8 വരെ. ചോദ്യം 10. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആദ്യ കുർബാന സ്വീകരണ വർഷം, മാസം, തീയതി എന്ന്? എവിടെ വെച്ച്? ഉത്തരം 1884 മെയ് 8 ബെനഡിക്റ്റൻ മഠത്തിൽ വെച്ച്. ചോദ്യം 11. ആദ്യ ദിവ്യകാരുണ്യ സ്വീകരണം വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് തന്റെ ആത്മാവിൽ എങ്ങനെ അനുഭവപ്പെട്ടു? ഉത്തരം യേശു തന്റെ ആത്മാവിൽ പതിപ്പിച്ച പ്രഥമ ചുംബനമായി. ചോദ്യം 12. ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയോട് വിശുദ്ധ എന്താണ് പറഞ്ഞത്? ഉത്തരം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നേക്കും അങ്ങേക്കു ഞാൻ ആത്മാർപ്പണം ചെയ്യുന്നു. ചോദ്യം 13. ദിവ്യകാരുണ്യം ആദ്യമായി സ്വീകരിച്ചപ്പോൾ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയത് എന്തുകൊണ്ട്? ഉത്തരം സ്വർഗീയ ആനന്ദം മുഴുവൻ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞതുകൊണ്ട്. ചോദ്യം 14. വിശുദ്ധയുടെ ആദ്യ ദിവ്യകാരുണ്യ സ്വീകരണ വേളയിൽ ആനന്ദബാഷ്പം കണ്ട് വിശുദ്ധ കരഞ്ഞതാണെന്ന് സഖികൾ തെറ്റിദ്ധരിക്കാൻ കാരണമായതെന്ത്? ഉത്തരം സ്വർഗീയ ആനന്ദം മുഴുവൻ ഒരു ഹൃദയത്തിൽ വന്ന് നിറയുമ്പോൾ വിപ്രവാസിയായ ആ ഹൃദയത്തിന് അശ്രുധാര കൂടാതെ അത് വാങ്ങുക സാധ്യമല്ലെന്ന് അവർ ഗ്രഹിച്ചിരുന്നില്ല. ചോദ്യം 15. വിശുദ്ധ കൊച്ചുത്രേസ്യ ആദ്യ കുർബാന സ്വീകരിച്ചത് 1884 മെയ് 8. രണ്ടാമത് ദിവ്യകാരുണ്യം സ്വീകരിച്ചത് എന്ന്? ഉത്തരം 1884 മെയ് 22. ചോദ്യം 16. രണ്ടാമത് ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ വിശുദ്ധ ആവർത്തിച്ച വാക്കുകൾ? ഉത്തരം ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് യേശുവാണ്. ഗലാത്യ 2:20. ചോദ്യം 17. പ്രധാന തിരുനാളുകളുടെ തലേ ദിവസം ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഒരുക്കിയിരുന്നത് ആര്? ഉത്തരം മരിയ ചേച്ചി. ചോദ്യം 18. മരിയ ചേച്ചി സഹനത്തെക്കുറിച്ച് വിശുദ്ധയോട് പറഞ്ഞതെന്ത്? ഉത്തരം ഒരുപക്ഷെ സഹനത്തിന്റെ വഴിയെ പോകേണ്ടി വരികയില്ലായിരിക്കുമെന്നും നല്ല ദൈവം ഒരു ശിശുവിനെ എന്നോണം സദാ വഹിച്ചുകൊള്ളുമെന്നും പറഞ്ഞു. ചോദ്യം 19. ആയുഷ്കാലത്തെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായി കരുതത്തക്കവണ്ണം അത്ര മഹത്തരമായിരുന്നു അത്. ഏതനുഗ്രഹം? ഉത്തരം യേശു കുരിശുകളുടെ വമ്പിച്ച ഒരു സംഖ്യ തനിക്കായി കരുതിയിട്ടുണ്ടെന്ന ദൃഢമായ ബോധ്യവും ആശ്വാസ പ്രകർഷം കൊണ്ട്
ആത്മാവ് കവിഞ്ഞൊഴുകുന്നതും. ചോദ്യം 20. അതുവരെയും ഞാൻ സഹിച്ചതെല്ലാം സഹനത്തെ ഇഷ്ടപ്പെടാതെയായിരുന്നു. അന്നു മുതൽ അതിനോടൊരു പ്രതിപത്തി എനിക്ക് അനുഭവപ്പെട്ടു. എന്നു മുതൽ? ഉത്തരം: സഹനത്തെക്കുറിച്ച് മരിയ ചേച്ചി പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ. ചോദ്യം 21. സ്ഥൈര്യലേപനം സ്വീകരിച്ചത് എന്ന്, ആരിൽ നിന്ന്? ഉത്തരം: 1884 ജൂൺ 14. ബയോമെത്രാൻ മോൺസിഞ്ഞൂർ ഹൂഗണിൻ തിരുമേനിയിൽ നിന്ന്. ചോദ്യം 22. മോങ് കാസിങ്ങി എന്താണ്? ഉത്തരം: വിശുദ്ധ ബെനഡിക്റ്റ് അധിവസിച്ചിരുന്ന മൊന്തെ കസീനോ എന്ന മലയുടെ പ്രതിരൂപമെന്നോണം ബെനഡിക്റ്റ് മഠത്തിന് സമീപം ഉണ്ടാക്കിയിരുന്ന പൂന്തോട്ടത്തിൻ്റെ പേര്. ചോദ്യം 23. വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ദൊമീനച്ചൻ വിളിച്ചിരുന്നത് എന്താണ്? ഉത്തരം: കുഞ്ഞുവേദ പണ്ഡിത. ചോദ്യം 24. വിശുദ്ധ തൻ്റെ കൈപ്പടയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം: പൂച്ച മാന്തിയതുപോലെ. ചോദ്യം 25. സ്കൂൾ പഠനത്തിന് ശേഷം വിശുദ്ധ കൊച്ചു ത്രേസ്യായെ പഠനത്തിനായി സഹായിച്ച അധ്യാപികയുടെ പേര്? ഉത്തരം: മാഡം പപ്പിനു.